ഹായ് ഫ്രണ്ട്സ്, ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് HSS PSC വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു 5 പാർട്ടുകൾ കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. സത്തെടുത്തതിനു ശേഷമുള്ള കരിമ്പിൽ അവശേഷിക്കുന്ന ഹാനികരമായ പദാർത്ഥമേത്? ബഗാസെ. ഉറവകളുടെ മലിനീകരണത്തിന് കാരണമാകുന്ന ഏറ്റവും പുതിയ ഉറവിടം ഏതാണ്? ലാൻഡ് ഫീഡ്. രാജ്യത്ത് ആരോഗ്യപരവും ശുചിത്വപരമായ ഒരു പരിസ്ഥിതിയും സാമ്പത്തിക പുരോഗതിയും എപ്രകാരം ഉണ്ടാക്കിയെടുക്കാം എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനെയും വ്യവസായ മേഖലയെയും ഉപദേശിച്ച സംഘടന ഏതാണ്? NCEPC. കരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം ഏതാണ്? ചാവുകടൽ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണ്? എവറസ്റ്റ് കൊടുമുടി. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏത്? മരിയാന ട്രഞ്ച്. പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഓറോളജി. നദികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പോട്ടമോളജി. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന സംയുക്ത പദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ജിയോളജി. ചാർട്ടുകളും ഭൂപടങ്ങളും വരയ്ക്കുന്ന വിദ്യ സ്വായത്തം ആക്കിയ വിദഗ്ധനെ അറിയപ്പെടുന്നത്? കാർട്ടോഗ്രാഫർ. ഭൂമിയുടെ 3 തരം ഉള്ളറകൾ അറിയപ്പെടുന്നത്? ഭൂവൽക്കം, അകക്കാമ്പ്, മാന്റിൽ. ധ്രുവങ്ങളിൽ രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എത്രയാണ്? 6 മാസം വീതം. ഭൂമിയുടെ അകക്കാമ്പ് നിർമ്മിതമായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? നിക്കലും ഇരുമ്പും കൊണ്ട്. എവിടെ നിന്ന് എങ്ങോട്ട് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. രസതന്ത്രപരമായും ജീവശാസ്ത്രപരമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ആവശ്യമായതെന്ത്? മണ്ണിൻ്റെ ഈർപ്പം. ചാവുകടലിൽ മനുഷ്യൻ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ജലത്തിൻ്റെ സാന്ദ്രത വളരെ കൂടുതലായതുകൊണ്ട്. ഭൂമികുലുക്കത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? എപ്പിസെൻ്ററിൽ നിന്ന്. ഈർപ്പം കൂടുതലായാൽ എന്ത് സംഭവിക്കുന്നു? സാന്ദ്രീകരണം. വായുവിലെ ഈർപ്പത്തിൻ്റെ പേര് എന്താണ്? ആർദ്രത. തണുപ്പുള്ള വായുവിനാൽ ചൂടുള്ള വായു ചുറ്റപ്പെട്ടാൽ എന്ത് ഉണ്ടാകുന്നു? ചുഴലിക്കാറ്റ്. രാശിചക്രത്തിൻ്റെ ചിഹ്നങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ഗ്രീക്കുകാർ. സമുദ്രത്തിലെ മണ്ണും കല്ലും തീരത്ത് വന്നടിഞ്ഞ് ഉണ്ടാകുന്നത് എന്താണ്? ടെറസ് അഥവാ മേൽത്തളം. വിളസംരക്ഷണത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ധാതുപദാർത്ഥം സംരക്ഷിക്കുന്നതിന്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കാണുന്ന ഒരു തരം വലിയ പാറ ഏതാണ്? ബസാൾട്ട് അഥവാ കൃഷ്ണശില. ഭൂകമ്പം എന്ന് അർത്ഥം വരുന്ന സീസ്മോസ് ഏത് പദമാണ്? ഗ്രീക്ക് പദം. ഭൂകമ്പങ്ങൾക്ക് കാരണമായ ചലനകേന്ദ്രം അറിയപ്പെടുന്നത്? ഭൂകമ്പനാഭി. മണൽ മരുഭൂമികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എർഗ്. ഭൂകമ്പനാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദു അറിയപ്പെടുന്നത് ഏത് പേരിൽ? അതികേന്ദ്ര. ഭൂകമ്പങ്ങളെ എത്രയായി തരം തിരിക്കാം? 2. അഗ്നിപർവ്വതജന്യമായ ഭൂകമ്പങ്ങൾക്ക് പ്രധാന കാരണം എന്താണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഭൂകമ്പ തരംഗങ്ങൾ പൊതുവെ എത്ര തരമാണ്? 3 തരം.
അഗ്നിപർവ്വതത്താൽ ഉണ്ടാകുന്ന തടാകങ്ങളെ പറയുന്ന പേര് എന്ത്? കൽഡേര തടാകങ്ങൾ. കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? താജിക്കിസ്ഥാൻ. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? വിൻസൺ മാസിഫ്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് പ്രസ്ഥാനമാണ്? ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നായകൻ ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി കുന്തിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്കെതിരെ രൂപീകരിച്ച സൈലന്റ് വാലി രൂപീകൃതമായത് ഏത് വർഷം? 1990. വടക്കേ അമേരിക്കയിലെ വിസ്തൃതമായ നിരപ്പായ പുൽപ്രദേശമേത്? പ്രൈറി. ഹരിതഭവനങ്ങൾക്ക് അന്തരീക്ഷത്തിലെ താണവിധാനങ്ങൾ നൽകുന്ന സംഭാവന ഏതാണ്? ഓസോൺ സുരക്ഷ. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതാണ്? ജലമലിനീകരണ നിരോധന ജോലി നിയന്ത്രണ നിയമം. വനസംരക്ഷണത്തിനായി 1879 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ നിയമം ഫോറസ്റ്റ് ആക്ട്. 1873 മദിരശി സംസ്ഥാനം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നിയമം കാട്ടാന സംരക്ഷണ നിയമം. ജലം, വായു, മണ്ണ്, വനം, വന്യജീവികൾ തുടങ്ങിയ പരിസ്ഥിതി നിയമങ്ങളെ ഉൾപ്പെടുത്തി പരിസ്ഥിതി സംരക്ഷണ നിയമം നടപ്പിലാക്കിയ വർഷം 1887. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ആവാസ വ്യവസ്ഥ ഏതാണ്? പന്തനാൽ, ബ്രസീൽ. പരിസ്ഥിതിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെ? താപം, മർദ്ദം, കാറ്റിൻ്റെ ഗതി, അന്തരീക്ഷത്തിൻ്റെ ഈർപ്പനില എന്നിവ. വിവിധ തരത്തിലുള്ള പരിസ്ഥിതി മലിനീകരണങ്ങൾ ഏവ? വായുമലിനീകരണം, ജലമലിനീകരണം, ശബ്ദമലിനീകരണം, ഭൂമലിനീകരണം, റേഡിയോ ആക്റ്റീവ് മലിനീകരണം. കാലാവസ്ഥാ ശാസ്ത്രത്തിൻ്റെ പേര് എന്താണ്? ക്ലൈമറ്റോളജി. രക്തം ഏത് വിധത്തിൽ മലിനമാകുന്നു? ലളിതമായ ജൈവവിഷങ്ങളിലൂടെ. കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? കടൽ തീരങ്ങളിലും നദീതീരങ്ങളിലും. ഭൂമിയിലെ സ്വർഗം എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? സെയ്ഷെല്ലസ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രക്ഷുബ്ധമായ നദി ഏത്? റൈൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനമായ സമുദ്രം ഏതാണ്? വടക്കൻ സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ വനം ഏതാണ്? സൈബീരിയയിലെ ടൈഗ. ലോകത്തിലെ ഏറ്റവും വലിയ മരുപ്പച്ച ഏതാണ്? സിവ. പരിസ്ഥിതി സംരക്ഷണം ഏതൊരു പൗരൻ്റെയും കടമയാണെന്നും അത് ഉറപ്പാക്കുകയും വേണമെന്ന് നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകൾ ഏതെല്ലാമാണ്? 48A, 51A(g). മഞ്ഞുമഴയും ഉൾപ്പെട്ട ഊറലിൻ്റെ പേര് എന്ത്? സ്ലീവ് അഥവാ ആലിപ്പഴം പൊഴിയൽ. ബേ എന്നാൽ എന്താണ്? ഉൾക്കടൽ. എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയ ഭൂമിയുടെ പേര് എന്താണ്? അലൂവിയൽ. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും എന്തുകൊണ്ട്? ഭൂമി കറങ്ങുന്നതുകൊണ്ട്. ഭൂമിയുടെ കട്ടിയുള്ള ഉയർന്ന ഉപരിതലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പേര് എന്ത്? ഹോർസ്റ്റ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം ഏതാണ്? എത്യോപ്യ. സൂര്യനെ ഒരു വട്ടം ചുറ്റുന്നതിന് എത്ര ദിവസം വേണം? 365 ദിവസങ്ങൾ. മരുഭൂമിയിൽ രൂപപ്പെടുന്ന പാറയുടെ പ്രതലത്തിൻ്റെ പേര് എന്താണ്? പെഡിപ്ലെയിൻ.
ഭക്ഷണ പദാർത്ഥങ്ങളുടേത് അല്ലാത്ത വിളവിൻ്റെ പേര് എന്ത്? നാണ്യവിള. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഭൂമിയുടെ ഉയരത്തിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഫീറ്റ് അല്ലെങ്കിൽ മീറ്റർ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച ലോകം ചുറ്റിയ ആദ്യത്തെ സംഘടിത യാത്ര ഏത്? മഗല്ലന്റെ വിക്ടോറിയ. കാറ്റിൻ്റെ പ്രവേഗം ഏതിനോട് ബന്ധപ്പെട്ടതാണ്? ഭൂഭ്രമണത്തോട്. നദിയിൽ ഒലിച്ച പ്രദേശത്തിന് പറയുന്ന പേര് എന്താണ്? നദീതടം. ഭൂമിക്കടിയിലേക്ക് ജലം പ്രവഹിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഏത്? മരങ്ങൾ വച്ചുപിടിപ്പിക്കൽ. ഭൂമിയുടെ ഉത്ഭവം ഏതിൽ നിന്നാണെന്നാണ് കണക്കാക്കുന്നത്? വ്യോമപടലങ്ങളിൽ നിന്ന്. സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ വേഗത എത്രയാണ്? മണിക്കൂറിൽ 105 മുതൽ 109 കിലോമീറ്റർ സ്പീഡ് വരെ. ഭൂമധ്യരേഖയിൽ കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് എത്ര? 12,600 കിലോമീറ്റർ. ഒരു പ്രദേശത്തെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം ഏത്? ഭൂമിക്കടിയിലേക്ക് ജലം കടത്തി വരുന്ന താഴ്വരയെ എന്ത് പറയുന്നു? ബ്ലൈൻഡ് താഴ്വര. സൂര്യനിൽ നിന്ന് ഭൂമിക്ക് കിട്ടുന്ന കൂടുതൽ ഊർജം ഏത് രൂപത്തിലാണ്? വികിരണ രശ്മികളുടെ രൂപത്തിൽ. ഏറ്റവും കൂടുതൽ നാശം വിതറുന്ന ഭൂമികുലുക്കത്തിൻ്റെ പേര്? ടെക്ടോണിക്. കുന്നിൻ പ്രദേശത്തെ കാലാവസ്ഥയുടെ മറ്റൊരു പേര് എന്താണ്? ആൽപൈൻ കാലാവസ്ഥ. ഭൂമിയുടെ തണുപ്പുള്ള ധ്രുവത്തിൻ്റെ പേര് എന്ത്? വെർഗോൻസ്ക്. കൂടുതൽ ഫലഭൂയിഷ്ഠതയുള്ള കറുത്ത മണ്ണിൻ്റെ പേര് എന്ത്? ചെർണോസം മണ്ണുകൾ. ഭൂമിയുടെ ആകെയുള്ള ഉപരിതലത്തിൽ എത്ര ശതമാനം പ്രദേശം വെള്ളം നിറഞ്ഞതാണ്? 71%. ഭൂമിയുടെ ഏറ്റവും അടുത്ത വായുമണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഭൂമിയുടെ ഏത് ഭാഗത്താണ് എല്ലായ്പ്പോഴും രാത്രിയും പകലും തുല്യമായിട്ടുള്ളത്? ഭൂമധ്യരേഖയുടെ ഭാഗത്ത്. ഭൂചലനം മൂലം ഉണ്ടാകുന്ന ഇടുങ്ങിയ താഴ്വരയുടെ പേര്? റിഫ്റ്റ് വാലി. ചൂടും നനവും ഉള്ള നിത്യഹരിത വനങ്ങളെ എന്ത് പറയുന്നു? സെൽവകൾ. ഹംബോൾട്ട്, ബംഗുല, കുറോസിവോ എന്നിവ എന്താണ്? കടലൊഴുക്കുകൾ. ഭൂഭ്രമണം നടക്കുന്നത് എന്തിൻ്റെ നേരെയാണ്? ധ്രുവനക്ഷത്രത്തിൻ്റെ നേരെ. ഉയർന്ന പർവ്വതങ്ങൾ മഴയെ മുറിച്ചു വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ മഴ പെയ്യുന്നില്ല. ഒരു വലിയ നദിയിലേക്ക് ഒഴുകുന്ന ചെറിയ നദികളെ പറയുന്ന പേര് എന്താണ്? പോഷക നദികൾ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രതിധ്വനി ഉണ്ടാകുന്ന പ്രദേശത്തെ എന്തു പറയുന്നു? ഇക്വേറ്റോറിയൽ റീജൻ ഓർ അത്യുഷ്ണമുള്ള പ്രദേശം. ശൂന്യമായ പാറയിൽ ആദ്യമായി ഉണ്ടാകുന്ന ചെടി ഏതാണ്? കൽപ്പായൽ. ആയം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫാദം. പ്ലൂവിയോമീറ്റർ എന്ത് അളക്കുന്നതിന് ഉപയോഗിക്കുന്നു? വർഷപാതം. ഭൂമിയുടെ ഉൾഭാഗത്തിൻ്റെ പേര് എന്താണ്? മൗൾട്ടൻ കോർ. സമുദ്രത്തിനടിയിലുള്ള ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു? സാമണിനും ന്യൂസിലാൻഡിനും ഇടയിലുള്ള ടോങ്ങ ട്രെഞ്ച് എന്ന പ്രദേശത്ത്. തുടർച്ചയായി പൊട്ടിയൊഴുകാതെ ഇടവിട്ട് പൊട്ടുന്ന അഗ്നിപർവ്വതത്തിൻ്റെ പേര് എന്താണ്? ഡോർമെന്റ്
അഗ്നിപർവ്വതം. 3 തരം അഗ്നിപർവ്വതങ്ങൾ ഏതെല്ലാം? സ്ഫോടനകാരിയായ, സാവധാനം വിസ്ഫോടനം ചെയ്യുന്ന, പിളർന്ന സ്ഫോടനം ഉണ്ടാക്കുന്ന, ഇങ്ങനെ 3 തരം. ഏറ്റവും കൂടുതൽ ഉപദ്രവകാരിയായ അഗ്നിപർവ്വതം ഏതാണ്? അർജന്റീനയിലെ ആൻഡോ ഫാൾസ് അഗ്നിപർവ്വതം. ഭൂമികുലുക്കത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള അളവുകോൽ ഏതാണ്? റീച്റ്റർ സ്കെയിൽ. വായുവിലെ ഈർപ്പം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോഗ്രാഫ്. വർഷത്തിലൊരിക്കലും മഞ്ഞ് ഒരുക്കാത്ത പ്രദേശത്തെ എന്ത് പറയുന്നു? ഹിമപ്രാന്തം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.